പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറുന്നു എന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 80% ബലൂജിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ സ്വതന്ത്രമാക്കി, അത് ഞങ്ങളുടെ കയ്യിലാണ്. ഇനി പാക് ആർമിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പുലർച്ചെ 5 മണി വരെ സാധാരണഗതിയിൽ പാകിസ്ഥാൻ ആർമി നടത്തുന്ന പട്രോളിംഗ് ഈ ബലൂജ് മേഖലയിൽ നിർത്തിവെച്ചിരിക്കുന്നു. അവർക്ക് ഭയമാണ് അങ്ങോട്ട് ചെല്ലാൻ. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സേന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. ബലൂജ് സ്വതന്ത്രമായിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ബലൂജ് എന്നാണ് അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇനി അവർക്ക് ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങളുടെ പിന്തുണ, ഒപ്പം UN-ൻ്റെ അംഗീകാരം, ഇതാണ് ആവശ്യമുള്ളത്. കാരണം ഇത്ര നാളായി ബലൂചിസ്ഥാൻ മേഖലയെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന പാക് ഭരണകൂടത്തിന്, പാക് സർക്കാരിന് ഞങ്ങൾ വലിയ തിരിച്ചടി നൽകുന്നു. ഇത്ര കാലവും പാക് ആർമി ഇവരെ അടിമകളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഗോത്ര വിഭാഗക്കാരാണ് ഈ ബലൂചിസ്ഥാനിലുള്ളത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ആർമി വന്നിട്ട് കുട്ടികളെ, യുവാക്കളെ, സ്ത്രീകളെ ഒക്കെ തന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകും. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും അസംതൃപ്തിയോ അല്ലെങ്കിൽ പ്രക്ഷോഭമോ ഒക്കെ സംഘടിപ്പിച്ചാൽ അവരെ കൊന്നുകളഞ്ഞ് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇനി അത് വേണ്ട, ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂജ് എന്ന് പറയുന്ന രാജ്യമായി ഞങ്ങൾ ഇവിടുത്തെ പാകിസ്ഥാൻ്റെ ഒരു സർക്കാർ ഓഫീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരമാക്കി അതിൻ്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. ഇനി സ്വന്തമായി ഞങ്ങളുടെ ഫ്ലാഗ് അതും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ദേശീയ ഗാനം വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർവ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് സ്വതന്ത്രമായി. ഇനി ഞങ്ങൾക്ക് പാസ്പോർട്ട് അച്ചടിക്കേണ്ടി വരും, അതുപോലെ തന്നെ കറൻസി വേണ്ടി വരും. അതിനൊക്കെ തന്നെ വലിയ ഒരു സാമ്പത്തിക സഹായം വേണം. അതിന് ആരാണ് സഹായിക്കുന്നതെന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാനികൾ നോക്കിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വലിയ രാജ്യത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇനി കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിലവിൽ പാകിസ്ഥാൻ ആർമിയിലെ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല നിലവിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ്, ഇൻ്റലിജൻസ് അല്ലെ ISAയുടെ വക്താക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ തന്നെ പാകിസ്ഥാനികളാണെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ടു പോകണം, അതിനുള്ള അനുമതി തന്നിരിക്കുന്നു, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ ബലൂജ് വംശജർ മാത്രം മതി. കാരണം പാകിസ്ഥാനിലെ 44% വരുന്ന ഈ ഭൂപ്രദേശം ഇനി ബലൂജ് എന്ന് പറയുന്ന വേറൊരു രാജ്യമാണ്. ഞങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിക്കരുതെന്നും ഇവർ പറയുന്നു. കാരണം ലോകത്തിന് മുന്നിൽ ഭീകരതയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമെന്നാണ് പാകിസ്ഥാനെ അറിയപ്പെടുന്നത്. ഞങ്ങളതല്ല, ഞങ്ങളൊരു പ്രത്യേക വിഭാഗമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പോരാട്ടമല്ല. 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി നിൽക്കുമ്പോൾ തന്നെ ബലൂചിസ്ഥാൻ വേറൊരു രാജ്യം പോലെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും നെഹ്റു സർക്കാർ അതിന് വലിയ അനുമതിയൊന്നും കൊടുത്തില്ല. എന്തായാലും 1948 സൈനിക നടപടിയിലൂടെ ഈ മേഖലയെ പാകിസ്ഥാൻ പിടിച്ചുവെച്ചു. അന്നു മുതൽ തന്നെ ഒരു വിമോചന പോരാട്ടം അവർ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് മിനറൽസിൻ്റെയും മെറ്റൽസിൻ്റെയും ഒക്കെ വലിയൊരു പങ്കുള്ള ഈ മേഖല കൈവശപ്പെടുത്താനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഖനനം നടത്തി. എന്നിട്ട് ഈ മെറ്റൽസ് എല്ലാം കിട്ടിയിട്ട് അതിൻ്റെ ലാഭം എടുത്തിട്ട് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഈ പഞ്ചാബ് മേഖലയിലുള്ളവരാണ് പാകിസ്ഥാൻ്റെ ഭരണകർത്താക്കളായിട്ട്, സൈനിക മേധാവികളായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഗോത്ര വിഭാഗത്തെ ഭയങ്കര പുച്ഛമാണ്. ഇവർക്ക് തീരെ താല്പര്യമേ ഇല്ല. ഇത്രയും നാൾ ഞങ്ങളെ അവഗണിച്ചുവെങ്കിൽ ഇനി ഞങ്ങളെ അതിനെയൊക്കെ അതിജീവിക്കാൻ പോവുകയാണ്. ഇനി ഇത്തരം അവഗണനയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല ഇത് അഫ്ഗാൻ്റെ അതിർത്തിയും പങ്കെടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ താലിബാൻ്റെ ഒരു സപ്പോർട്ടും ഇപ്പോൾ ഇവർക്ക് ലഭിച്ചു. പാകിസ്ഥാൻ പ്രധാനമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ റോയൊക്കെയാണ് ഇവർക്ക് സൈനിക സാമ്പത്തിക സഹായം ചെയ്യുന്നതെന്ന്. പക്ഷേ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു രാജ്യത്തെയോ ഒരു സംഘടനയെ സഹായിക്കാൻ പോകാറില്ല. ഈ ബലൂചിസ്ഥാനെയോ അല്ലെങ്കിൽ ബലൂജ് ലിബറേഷൻ ആർമിയൊന്നും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല, സഹായിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഒരു യുദ്ധസമാനമായ നടപടി ഉണ്ടായപ്പോൾ കിട്ടിയ അവസരം മുതലെടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഈ പാകിസ്ഥാൻ ആർമിയെ തുരത്തുകയായിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷമുണ്ടായ സമയത്ത് 71 ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയെന്നും അതിലൂടെയാണ് ഞങ്ങൾ വിജയത്തിലേക്ക് കയറിയതെന്നും ക്വറ്റ എന്ന് പറയുന്ന അതിൻ്റെ തലസ്ഥാനം പിടിച്ചെടുത്തതെന്നും ബലൂചിസ്ഥാനികൾ പറയുന്നുണ്ട്. ഇപ്പം
മിറിയാർ ബലൂചി അവരുടെ ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഏതാണ്ട് വെബ്സൈറ്റ്, അതായത് വിക്കിപീഡിയയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് റിപ്പബ്ലിക് ഓഫ് ബലൂജ് എന്ന് പറയുന്ന രാജ്യത്തിന് ഏതാണ്ട് 18-19 മില്യൺ ജനങ്ങൾ, അതാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ഇനി ഞങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ, അതുപോലെ തന്നെ അഫ്ഗാൻ എന്നീ രാജ്യങ്ങളുടെ പേര് വെച്ചു. എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ അനുമതിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഔദ്യോഗികമായി ഇത് സമ്മതിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇനി ശത്രു രാജ്യങ്ങളുടെ പട്ടിക എടുത്താലോ, അതിനകത്ത് പാകിസ്ഥാൻ്റെ പേരുണ്ട്, ചൈനയുടെ പേരുണ്ട്. അപ്പോൾ അവർ വിക്കിപീഡിയയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് നടത്തുന്നു, അതുപോലെ തന്നെ സ്വന്തമായ പാർലമെൻറ്റ് മന്ദിരം രൂപീകരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേശീയ പതാകയാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ബലൂജിൻ്റേതായ പട്ടാളം, പോലീസ്, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ അവരുടെ മാത്രമായിട്ട് വരുന്നു. അപ്പോൾ കൃത്യമായ നീക്കം, കൃത്യമായ ഒരു നടപടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഗോത്രവിഭാഗക്കാരാണെന്ന് പറഞ്ഞ് ഇവരെ എഴുതി തള്ളുകയായിരുന്നു. ഇതിനിടയിലേക്ക് ഈ പറയുന്ന ധാതു വിഭവങ്ങൾ പാകിസ്ഥാൻ ഖനനം ചെയ്യുന്നത് മാത്രമല്ല, ഇത് ചൈനയ്ക്ക് കൈമാറാനുള്ള നീക്കം നടത്തി. അങ്ങനെ ചൈന ഈ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതുപോലെ ചൈന പാക് എക്കണോമിക് കോറിഡോറിൻ്റെ ഒരു ഭാഗം, ഇതൊക്കെ തന്നെ പിന്നീട് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി ചൈന നടത്തിയ പ്രോജക്റ്റുകളാണ്. എന്തിന്? ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖത്തിൻ്റെ വികസനം മുഴുവൻ തന്നെ ഈ പറയുന്ന ചൈനീസ് പണം കൊണ്ടാണ്. ഇപ്പോൾ ആ തുറമുഖം, അതുപോലെ തന്നെ തൊട്ടടുത്ത എയർപോർട്ട്, ഇത് രണ്ടും തന്നെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ചൈനീസ് ഉദ്യോഗസ്ഥർ, ചൈനീസ് ലേബേഴ്സ്, അതായത് തൊഴിലാളികൾ, ഇവരെ എവിടെ കണ്ടാലും ഈ BLA വെടിവെച്ച് കൊല്ലും, ആക്രമിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിക്ക് നേരെ ആക്രമണം നടത്തും. എന്തിന്? ഒരു ട്രെയിൻ വരെ തട്ടിക്കൊണ്ടുപോയിട്ട് പാകിസ്ഥാൻ ആർമിയോട്, ഗവൺമെൻറ്റിനോട് വില പേശാൻ BLAക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ശക്തി. ഇനി മാത്രമല്ല, ഇപ്പോൾ അവർ പറയുന്നത് ഈ ബലൂജ് സ്വതന്ത്രമാകുന്നതോടെ 2 ക്ഷേത്രങ്ങൾ ഞങ്ങൾ പുനരുദ്ധരിക്കാൻ പോവുകയാണ്. ഈ 2 ക്ഷേത്രങ്ങൾ ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കും. വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് ആകർഷിക്കും. കാരണം ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും ഈ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി എത്തുന്നുണ്ട്. അപ്പോൾ ബലൂജ് എന്ന് പറയുന്ന ഒരു മേഖല സ്വതന്ത്രമായി വരുമ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് മറ്റ് ചിലരോട് ചില കടപ്പാടുകൾ, നന്ദിയൊക്കെ ഉണ്ട്. അത് ആരോടാണെന്നുള്ളത് ആ രാജ്യങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും അവരുടെ ഒരു പ്രധാന ആവശ്യം ഡൽഹിയിൽ അവർക്കൊരു എംബസി തുറന്നു കിട്ടണം. അതുപോലെ തന്നെ ഇന്ത്യ അവരെ അംഗീകരിക്കണം. ഇന്ത്യയുമായിട്ട് ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ട്രേഡിന്, അതായത് കച്ചവടത്തിന് വരും. മാത്രമല്ല ഞങ്ങൾക്ക് UN-ൻ്റെ അംഗീകാരവും വേണം. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% വരുന്ന ഈ ബലൂജ് മേഖല ഇങ്ങോട്ടൊരു പ്രത്യേക രാജ്യമായി മാറിയാൽ പിന്നീട് പാകിസ്ഥാന് വലിയ ശക്തിയില്ല. ഇപ്പോൾ തന്നെ പാക് ആർമിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയുന്നില്ല എന്ന് അവിടുത്തെ സൈനിക മേധാവികളൊക്കെ തന്നെ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പട്ടാളം, അല്ലെങ്കിൽ അവിടുത്തെ സേന ഇവർക്ക് നേരെ നിറയൊഴിക്കും, അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ പ്രഖ്യാപനം ഇനി ലോകരാജ്യങ്ങൾ അംഗീകരിക്കും. UN-ഉം അതിനെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാട് വന്നാൽ പാകിസ്ഥാൻ അമ്പേ തകരും. അതായത് പഹൽഗാമിൻ്റെ പേരിൽ ഇന്ത്യക്ക് നേരെ ഒരു പണിയുമായിട്ട് പാകിസ്ഥാൻ ഇറങ്ങിയപ്പോൾ വലിയ ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക പ്രശ്നങ്ങളുമാണ് ആ രാജ്യം നേരിടുന്നത്. ഖൈബർ പഷ്തൂൺഖ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, സിന്ധു മേഖലയിൽ പുതിയൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. അത് ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂജിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും റിപ്പബ്ലിക് ഓഫ് ബലൂജിന് സ്വന്തമായി പാർലമെൻറ്റ് മന്ദിരം, അവരുടെ പോലീസ്, ആർമി, സർക്കാർ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഫ്ലാഗ്, ദേശീയഗാനം ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കേണ്ടത്, അതായത് പ്രധാനമന്ത്രി, പ്രസിഡന്റ് പോലെയുള്ള പദവികളിലേക്ക് ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഉള്ള തെരഞ്ഞെടുപ്പ്, അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയാണ് അവർ കടക്കാൻ പോവുക. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുമോ, UN റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനെ അംഗീകരിക്കുമോ, ഇതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിലകൊള്ളുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.